അവൾ വരുന്നില്ലെന്ന് അവൾ പറഞ്ഞു. അവൻ എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു കണക്ടർ ദാറ്റ് അല്ല. ഈഫ്, വെദർ, വൈ, വിച്ച്, വാട്ട്, ഈ വേർഡ്സ് എല്ലാം നമ്മൾ ഈ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് തന്നെയാണ്. ഏത്, എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ പക്ഷെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഒരു പരിഹാരമാവും ഈ ലെസൺ എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോ മുഴുവൻ കാണുക. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസണിന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. നമുക്ക് അവരിൽ നിന്നും ഇനിയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടില്ല, വന്നിട്ടുണ്ട്, വന്നിട്ടില്ല, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. വി ഹാവൻ റിസീവ്ഡ് ഒരു വിവരവും. എനി ഇൻഫർമേഷൻ ഫ്രം ദം അവരിൽ നിന്നും. ഇനിയും എറ്റ്. വി ഹാവൻ റിസീവ്ഡ് എനി ഇൻഫർമേഷൻ ഫ്രം ദം എറ്റ്. ഇനിയും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബാണ് എറ്റ്. അത് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. വി ഹാവൻ റിസീവ്ഡ് എനി ഇൻഫർമേഷൻ ഫ്രം ദം എറ്റ്. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. ഇൻഫർമേഷൻസ് എന്നൊരു പ്ലൂറൽ ഫോം അതിനല്ലേ. ഇൻഫർമേഷൻസ് എന്ന് പറയരുത്. നിനക്ക് നല്ല സുഖം തോന്നുന്നില്ല. നമ്മളൊരാളെ കാണുമ്പോൾ അവരെ കുറിച്ച് നമുക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലുക്ക് ആണ്. അവരുടെ സ്വരം കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വെർബ് സൗണ്ട് ആണ്. നിനക്ക് നല്ല സുഖം തോന്നുന്നില്ല. യു ഡോണ്ട് ലുക്ക് വെരി വെൽ. നല്ല സുഖം എന്ന് പറയുമ്പോൾ വെരി വെൽ. യു ഡോണ്ട് ലുക്ക് വെരി വെൽ. ഇന്ന് നീ പുറത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. സ്ട്രോങ് ആയ ഒരു അഡ്വൈസ് ആണിത്. ഇങ്ങനെ സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്ററിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് ടുഡേ. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് ടുഡേ. യു ഹാഡ് ബെറ്റർ നോട്ട് ടു ഗോ എന്ന് പറയരുത്, നോട്ട് ഗോ. ഒരു നെഗറ്റീവ് വെർബ് ഉണ്ടാക്കാൻ നമ്മൾ ഹാഡ് ബെറ്ററിന് ശേഷം നോട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അത് ഇൻഫിനിറ്റീവിന് മുന്നിലാണ് ആ നോട്ട് വരിക. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് ടുഡേ. ഇന്ന് നീ പുറത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. 7 പേർക്ക് ഇരിക്കാനുള്ള വലിപ്പം ആ കാറിനുണ്ട്. ആ കാർ അതിന് മാത്രം വലുതാണ്. അപ്പോൾ സഫിഷ്യൻസിയെ സൂചിപ്പിക്കാൻ, അതായത് അതിന് മാത്രം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന അഡ്വർബാണ് ഇനഫ്. വലുപ്പത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ബിഗ്, ലാർജ്, സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് പറയുമ്പോൾ വേണ്ടത്ര സ്ഥലം ഉണ്ട് എന്നർത്ഥം. ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. ഇതിന് ശേഷമാണ് ഇനഫ് എന്ന അഡ്വർബ് വരാം. ഇനഫ് അഡ്വർബായി യൂസ് ചെയ്യുമ്പോൾ അത് അഡ്ജക്റ്റീവിന് ശേഷം വരും. അത് അഡ്ജക്റ്റീവായി യൂസ് ചെയ്യുമ്പോൾ അത് നൗൺസിന് മുന്നിൽ വരും. 7 പേർക്ക് ഇരിക്കാനുള്ള വലിപ്പം ആ കാറിനുണ്ട്. ദാറ്റ് കാർ ഈസ് ബിഗ് ഇനഫ് ടു സീറ്റ് 7 പീപ്പിൾ. ടു സീറ്റ് 7 പീപ്പിൾ എന്ന് പറയാം. 7 പേരെ ഇരുത്താനുള്ള വലിപ്പം ആ കാറിനുണ്ട്, അതാണ് അതിനർത്ഥം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം, ദാറ്റ് കാർ ഈസ് ബിഗ് ഇനഫ് ഫോർ 7 പീപ്പിൾ എന്നും പറയാം. ദാറ്റ് കാർ ഈസ് ബിഗ് ഇനഫ് ഫോർ 7 പീപ്പിൾ, അല്ലെങ്കിൽ സ്പേഷ്യസ് ഇനഫ് ഫോർ 7 പീപ്പിൾ. അവൾ എന്നെ നോക്കിയത് പോലുമില്ല. അവൾ എന്നെ നോക്കിയില്ല. ഷീ ഡിഡ്ന്റ് ലുക്ക് അറ്റ് മീ. ലുക്കിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ആരെയാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മുന്നിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ കൂടി നിർബന്ധമായി ഉപയോഗിക്കണം. ഷീ ലുക്ക്ഡ് മീ എന്ന് പറഞ്ഞാൽ പോരാ, ഷീ ലുക്ക്ഡ് അറ്റ് മീ. അവൾ എന്നെ നോക്കിയില്ല. ഷീ ഡിഡ്ന്റ് ലുക്ക് അറ്റ് മീ. അവൾ എന്നെ നോക്കിയത് പോലുമില്ല എന്ന് പറയുമ്പോഴോ, പോലും എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന അഡ്വർബാണ് ഈവൻ. ഷീ ഡിഡ്ന്റ് ഈവൻ ലുക്ക് അറ്റ് മീ. ഏത് വേർഡിനെ എംഫസൈസ് ചെയ്താണോ നമുക്കത് ഉപയോഗിക്കേണ്ടത് ആ വേർഡിന് മുന്നിൽ വേണം ഈവൻ ഉപയോഗിക്കാൻ. ഇവിടെ നോക്കിയത് പോലുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലുക്ക് എന്ന വെർബിന് മുന്നിലാണ് നമ്മൾ ഈവൻ യൂസ് ചെയ്യുന്നത്. ഷീ ഡിഡ്ന്റ് ഈവൻ ലുക്ക് അറ്റ് മീ. അവൾ എന്നെ നോക്കിയത് പോലുമില്ല. അവൾ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു. മുമ്പ് ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് പറയാൻ നമുക്ക് യൂസ്ഡ് ഉപയോഗിക്കാം. ഷീ യൂസ് ടു വർക്ക് ഹിയർ. ഷീ വർക്ക്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ അവൾ നേരത്തെ ഇവിടെ ജോലി ചെയ്തു. അവൾ ജോലി ചെയ്തിരുന്നു, ചെയ്യുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് യൂസ്ഡ് ഉപയോഗിക്കാം. ഷീ യൂസ് ടു വർക്ക് ഹിയർ. ഇപ്പോഴില്ല, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, പണ്ട് ചെയ്തിരുന്നു. ഷീ നോ ലോങ്ങർ ഡസ്, അല്ലെങ്കിൽ ഷീ ഡസിൻറ്റ് എനി ലോങ്ങർ. ആദ്യത്തെ സെന്റൻസിൽ വർക്ക് എന്ന വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ വർക്ക് ഏത് ടെൻസിലാണോ ആ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷീ നോ ലോങ്ങർ ഡസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണത്. ആക്ച്വലി ഫസ്റ്റ് സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്, പക്ഷെ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആയ ഡസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഷീ നോ ലോങ്ങർ ഡസ്. സബ്ജക്റ്റ് ഐയോ, യുവോ, വിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഡസിന് പകരം ഡു ആണ് ഉപയോഗിക്കുമായിരുന്നത്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഷീ ഡസിൻറ്റ് എനി ലോങ്ങർ. ഷീ ഡസിൻറ്റ് എനി ലോങ്ങർ. അവൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല. നോട്ട് എനി ലോങ്ങർ തന്നെയാണ് നോ ലോങ്ങർ. ഇനി ഇന്നത്തെ ലെസൺ. നീ മുംബൈയിലാണെന്നാണ് ഞാൻ കരുതിയത്. നീ മുംബൈയിലാണ്. യു ആർ ഇൻ മുംബൈ.
ആയിരുന്നു എന്നാണെങ്കിൽ യു വേർ ഇൻ മുംബൈ. ഞാൻ കരുതി, ഐ തോട്ട്. നീ മുംബൈയിൽ ആണെന്നാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മളിവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കണക്ടർ ദാറ്റ് ആണ്. ഐ തോട്ട് ദാറ്റ് യു വേർ ഇൻ മുംബൈ. ഐ തോട്ട് ദാറ്റ് യു വേർ ഇൻ മുംബൈ. ഇവിടുത്തെ ഫസ്റ്റ് വെർബ് തോട്ട്, അതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. മെയിൻ ക്ലോസിലുള്ള വെർബാണ് മെയിൻ വെർബ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ദാറ്റിന് ശേഷം ആർ ഉപയോഗിക്കാൻ സാധിക്കില്ല, വേർ തന്നെ വേണം ഉപയോഗിക്കാൻ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബ് തന്നെ വേണം നമുക്കിവിടെ. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ, അതായത് ദാറ്റ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ക്ലോസിലും പാസ്റ്റ് ടെൻസ് തന്നെ വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഐ തോട്ട് ദാറ്റ് യു വേർ ഇൻ മുംബൈ. യു ആർ എന്നിവിടെ പറയരുത്. ഒരു സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരു സെന്റൻസിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന കണക്ടറാണ് ദാറ്റ്. എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കണക്ടറാണ് ദാറ്റ്. അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഷീ സെഡ്. അവൾക്ക് താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതാണ് അവളുടെ ഒറിജിനൽ സ്പീച്ച്. എനിക്ക് താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നമുക്കിനി ഇതിനെ കമ്പൈൻ ചെയ്യണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞു. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേർഡ് ഓർഡറിലും ടെൻസിലും മാത്രമല്ല പ്രൊനൗൺസിലും ചേഞ്ച് വരും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. സെഡ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദാറ്റ് ക്ലോസിൽ ഉപയോഗിച്ച വെർബും പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അവളുടെ ഒറിജിനൽ സ്പീച്ചിൽ അവൾ പറഞ്ഞത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ്, എനിക്ക് താല്പര്യമില്ല. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഐ എന്ന പ്രൊനൗണിന് പകരം ഷീ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ആം എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബിന് പകരം വാസ് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്നത്. ഞാനൊരു നീണ്ട ബ്രേക്ക് എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ചു. ദ ഡോക്ടർ സജസ്റ്റഡ്. ഡോക്ടർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? യു ഷുഡ് ടേക്ക് എ ലോങ് ബ്രേക്ക്, അല്ലെ? അതാണ് ഡോക്ടറുടെ ഒറിജിനൽ സ്പീച്ച്. യു ഷുഡ് ടേക്ക് എ ലോങ് ബ്രേക്ക്. ദ ഡോക്ടർ സജസ്റ്റഡ്. നമുക്കിനി ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഈ രണ്ട് സെന്റൻസുകളെയും കമ്പൈൻ ചെയ്യണം. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ബ്രേക്ക്. ഡോക്ടറുടെ ഒറിജിനൽ സ്പീച്ചിലും ഡോക്ടർ ഉപയോഗിച്ച മോഡൽ വെർബ് ഷുഡ് തന്നെയാണ്. ഷുഡ്, വുഡ്, കുഡ്. ഇനി ഇതിനെയൊന്നും നമുക്ക് വീണ്ടും പാസ്റ്റിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ വേർബ്സ് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഡോക്ടർ ഉപയോഗിച്ച വേർബ്സ് ഷോൾ, മേ, ക്യാൻ, വിൽ ഇതിലേതെങ്കിലും ഒന്നായിരുന്നുവെങ്കിൽ നമ്മൾ അതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമായിരുന്നു. കാരണം ഇവിടെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ പിന്നെ നമുക്ക് ദാറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പാസ്റ്റ് ടെൻസിലുള്ള വെർബ് തന്നെ വേണം. വിൽ, ക്യാൻ, മേ, ഷോൾ ഇതുപോലത്തെ മോഡൽ വെർബ്സ് പൊതുവെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും സൂചിപ്പിക്കുന്നവയാണ്. അപ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോംസ് ആണ് പിന്നെ നമ്മൾ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ യൂസ് ചെയ്യുക. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ബ്രേക്ക്. ഷുഡിനെ പിന്നെ വീണ്ടും പാസ്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവളുടെ കൂടെ പോവണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. ഒരാളുടെ കൂടെ പോകുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് അക്കമ്പനി. ഞാൻ അവളുടെ കൂടെ പോകണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. അവൾ ശഠിച്ചു. അവൾ നിർബന്ധം പിടിച്ചു എന്ന് പറയുമ്പോൾ ഷീ ഇൻസിസ്റ്റഡ്. ഞാൻ അവളുടെ കൂടെ പോകണം. അവൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യു ഷുഡ് അക്കമ്പനി മീ. നീ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ യു മസ്റ്റ് അക്കമ്പനി മീ. നമുക്കിനി ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെയും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ ദാറ്റ് ഉപയോഗിക്കാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് അക്കമ്പനി ഹെർ. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് അക്കമ്പനി ഹെർ. പ്രൊനൗണിൽ ചേഞ്ച് വരുന്നുണ്ട്. അവൾ പറഞ്ഞത് നീ കൂടെ വരണമെന്നാണ്. യു ഷുഡ് അക്കമ്പനി മീ എന്നാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഞാൻ അവളുടെ കൂടെ ചെല്ലണമെന്ന് അവൾ പറഞ്ഞു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് മാറി. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് അക്കമ്പനി ഹെർ. ഞാൻ അവളുടെ കൂടെ ചെല്ലണമെന്ന് അവൾ പറഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയ കഴിഞ്ഞ എക്സാമ്പിൾസിൽ സെറ്റ്, ഇൻസിസ്റ്റഡ്, സജസ്റ്റഡ് ഇതിനെല്ലാം ശേഷം നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഒമിറ്റ് ചെയ്യാം. അവിടെ ദാറ്റ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചില വേർബ്സിന് ശേഷം നമുക്കിങ്ങനെ ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവൾ പാർട്ടിക്ക് പോകുന്നില്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. അവൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, അവൾ മറുപടി പറഞ്ഞു എന്നാണ്. പറഞ്ഞു എന്നാണെങ്കിൽ നമുക്ക് സെഡ് എന്ന വെർബ് ഉപയോഗിക്കാം. മറുപടി പറഞ്ഞു എന്നാവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് റിപ്ലൈഡ് ആണ്. റിപ്ലൈ എന്ന വെർബിന് ശേഷം നമുക്ക് ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. സേ, ടെൽ ഈ വെർബ്സിന് ശേഷം നമുക്ക് ദാറ്റ് ഒമിറ്റ് ചെയ്യാം. പക്ഷെ റിപ്ലൈ എന്ന വെർബിന് ശേഷം നമുക്ക് ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവൾ പാർട്ടിക്ക് പോകുന്നില്ല. അവളുടെ ഒറിജിനൽ സ്പീച്ച് എന്തായിരിക്കും? ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. അവൾ മറുപടി പറഞ്ഞു. ഷീ റിപ്ലൈഡ്. റിപ്ലൈഡ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അങ്ങോട്ട് വരുന്നതെല്ലാം പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. ഷീ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഷീ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് നോട്ട് ഗോയിങ് ടു ദ പാർട്ടി.
ഇവിടെ ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. റിപ്ലൈ എന്ന വെർബിന് ശേഷം നമ്മൾ ദാറ്റ് ഒമിറ്റ് ചെയ്യാറില്ല. ഷീ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് ഇൻ ഗോയിങ് ടു ദ പാർട്ടി. അവൾ പാർട്ടിക്ക് പോകുന്നില്ലെന്ന് അവൾ പറഞ്ഞു. അവൾ തിരക്കിലാണെന്ന് അവൾ ഉച്ചത്തിൽ പറഞ്ഞു. അവൾ നമ്മളെ വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു എന്നൊരർത്ഥമില്ല. ഒരുപക്ഷെ ദൂരെ ആയിരിക്കും അവൾ ഇരിക്കുന്നത്, നമുക്ക് കേൾക്കാൻ പാകത്തിൽ അവൾ പറഞ്ഞു. ഷീ ഷൗട്ടഡ് ദാറ്റ് ഷീ വാസ് ബിസി. ഇവിടെയും നമുക്ക് ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. റിപ്ലൈ, ഷൗട്ട് ഇതുപോലത്തെ വേർബ്സിന് ശേഷം നമ്മൾ ദാറ്റ് ഒമിറ്റ് ചെയ്യാറില്ല. അവൾ പറഞ്ഞത് ഐ ആം ബിസി എന്നായിരിക്കും, ഞാൻ തിരക്കിലാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റിലുള്ള ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി, പ്രൊനൗണും ചേഞ്ച് ചെയ്തു. ഷീ ഷൗട്ടഡ് ദാറ്റ് ഷീ വാസ് ബിസി. അവൾ തിരക്കിലായിരുന്നു എന്ന് അവൾ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു. അവൾ ഇനിയും എത്തിയിട്ടില്ലെന്നത് അതിശയമാണ്. അവൾ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ അവൾ ഇനിയും വന്നിട്ടില്ല. നമുക്കതിൽ അത്ഭുതം തോന്നുന്നുണ്ട്, അതിശയം തോന്നുന്നുണ്ട്. അതിശയമാണ് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഈസ് സർപ്രൈസിങ് എന്ന് പറയാം. എത്തിയിട്ടില്ലെന്നത് ആ മീനിങ്ങിൽ നമുക്കിവിടെ ദാറ്റ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് അവൾ ഇനിയും എത്തിയിട്ടില്ല. ഷീ ഹാസിൻറ്റ് കം എറ്റ് അല്ലെങ്കിൽ ഷീ ഹാസിൻറ്റ് അറൈവ്ഡ് എറ്റ്. ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് ഷീ ഹാസിൻ അറൈവ്ഡ് എറ്റ്. അവൾ ഇനിയും എത്തിയിട്ടില്ലെന്നത് അത്ഭുതകരമാണ്, അതിശയമാണ്. ഇറ്റ് ഈസ് സർപ്രൈസിങ് പ്രസന്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ ദാറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഷീ ഹാസിൻറ്റ് എന്നാണ് പറഞ്ഞത്, അത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. മെയിൻ ക്ലോസിലുള്ള വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോഴാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിലുള്ള വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് ആവശ്യമുള്ള ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് എന്തെങ്കിലും കത്തുകൾ ഉണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം. എനിക്ക് കത്തുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ? ഐ ആസ്ക്ഡ് ഹിം. ഞാൻ അയാളോട് ചോദിച്ചു. ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ? എനിക്ക് വല്ല ലെറ്റേഴ്സും നിങ്ങളുടെ പക്കലുണ്ടോ? ഡു യു ഹാവ് എന്നും ചോദിക്കാം, ഹാവ് യു ഗോട്ട് എന്നും ചോദിക്കാം. ഇവിടെ ഞാൻ ചോദിച്ചു എന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ആസ്ക്ഡ്. ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ എന്നത് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് അല്ല, അതിന് പകരം ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ആയിരിക്കും. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ മറ്റൊരു സ്റ്റേറ്റ്മെന്റിനോട് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ് ഈഫും വെദറും. ഈ രണ്ട് കൺജങ്ഷൻസിനും മറ്റ് യൂസസ് ഉണ്ട്. ഈഫ് നമ്മൾ കണ്ടീഷൻസിൽ യൂസ് ചെയ്യും, അതാണ് ആക്ച്വലി ഈഫിന്റെ ഒരു മെയിൻ യൂസ്. ഇതുപോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ മറ്റൊരു സെന്റൻസുമായി കമ്പൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഈഫ് ഉപയോഗിക്കും. നമുക്ക് ഈഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. വെദർ കുറച്ചുകൂടി ഫോർമൽ ആണ്, ഈഫ് അല്പം ഇൻഫോർമൽ ആണ്. രണ്ടും കൂടി യൂസ് ചെയ്യരുത്. എനിക്ക് കത്തുകൾ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം ഈഫ് അല്ലെങ്കിൽ വെദർ. ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമുക്കിനി അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം, വേർഡ് ഓർഡർ മാറ്റണം. കാരണം റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, അതിൽ സാധാരണ വേർഡ് ഓർഡർ ആണ് വരിക. അത് എപ്പോഴും ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാഡ് ആണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ കിട്ടാം. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഇഫ് ഹി ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഡു യു ഹാവ് എനി ലെറ്റേഴ്സ്, അതായിരുന്നു ഒറിജിനൽ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പക്കൽ ലെറ്റർ വല്ലതുണ്ടോ? ഡു യു ഹാവ് എനി ലെറ്റേഴ്സ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് പാസ്റ്റ് ടെൻസിലായത് കാരണം നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഹാഡ് ആണ്. ഐ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഇഫ് ഹാഡ് ഹി അല്ല, ഹി ഹാഡ്. ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, അതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ സ്റ്റേറ്റ്മെന്റിന്റെ വേർഡ് ഓർഡർ, അതായത് സബ്ജക്റ്റിന് ശേഷം വെർബ്, അതാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഇവിടെ നമുക്ക് ഈഫിന് പകരം വെദർ ഉപയോഗിക്കാം. ഐ ആസ്ക്ഡ് വെദർ ഹി ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. എനിക്ക് സമയം ഉണ്ടാവുമോ? വിൽ ഐ ഗെറ്റ് ടൈം അല്ലെങ്കിൽ വിൽ ഐ ഹാവ് ടൈം. ഗെറ്റ് ടൈം എന്ന് പറയുമ്പോൾ സമയം കിട്ടുമോ എന്നാണ് അർത്ഥം. ഹാവ് ടൈം എന്ന് പറയുമ്പോൾ സമയം ഉണ്ടാവുമോ. എനിക്ക് സമയം ഉണ്ടാവുമോ? വിൽ ഐ ഹാവ് ടൈം. അതും ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇവിടെയും നമുക്കിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കണം. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ഹാവ് ടൈം.
അല്ലെങ്കിൽ വെദർ ഐ വിൽ ഹാവ് ടൈം. ഇവിടുത്തെ മെയിൻ വെർബ് ഐ എം നോട്ട് ഷുവർ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ ഈഫ് ക്ലോസിൽ അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ വിൽ ആണ് ഉപയോഗിച്ചത്. മെയിൻ വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്ന ഒരു നിർബന്ധവും ഇംഗ്ലീഷിലില്ല. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ഹാവ് ടൈം. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഈഫ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാക്കുമ്പോഴാണ് നമ്മൾ ഈ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ പോകാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ്. എൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എനിക്ക് അല്പം നേരത്തെ പോവാൻ കഴിയുമോ? ക്യാൻ ഐ ലീവ് എ ലിറ്റിൽ ഏർലി? എ ലിറ്റിൽ ഏർലി എന്ന് പറയുമ്പോൾ ഇത്തിരി നേരത്തെ. ഇതും എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് ആണ്. ഞാൻ ചോദിച്ചു സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ക്യാൻ ഐ ലീവ് ഏർലിയിലെ ക്യാൻ നമ്മൾ പൊതുവെ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി അല്ല, അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം കുഡ് ആണ്. നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന ക്യാൻ അല്ല, കുഡ് ആണ്. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ലീവ് ഏർലി. ഇഫ് ഐ കുഡ് ലീവ് ഏർലി. കുഡ് ഐ ലീവ് അല്ല, ഐ കുഡ് ലീവ്. ഇതൊരു റിപ്പോർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വേർഡ് ഓർഡർ ആണ്. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ലീവ് ഏർലി. എനിക്ക് നേരത്തെ പോവാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ക്യാനിന് പകരം പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്നത് കുഡ് ആണ്. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ലീവ് ഏർലി. വേർഡ് ഓർഡറും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടായി. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഈഫും വെദറും ആണ്. പിന്നെ അതിനുശേഷം സാധാരണ വേർഡ് ഓർഡർ വേണം യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവൾ ഇനിയും പറഞ്ഞിട്ടില്ല. അവൾക്ക് വരാൻ താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ഇനിയും പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞിട്ടില്ല. ഷീ ഹാസൻ സെഡ്. എന്തുകൊണ്ടാണ് അവൾ വരാത്തത്? വൈ ഈസിൻ ഷീ കമ്മിങ്. നമുക്കിനി ഇതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ വേർഡ് ഓർഡർ ഒന്ന് മാറ്റണം. അവൾ ഇനിയും പറഞ്ഞിട്ടില്ല. ഷീ ഹാസൻ സെഡ് വൈ ഷീ ഈസ് ഇൻ കമ്മിങ്. ഈസ് ഇൻ ഷീ അല്ല, ഷീ ഈസ് ഇൻ കമ്മിങ്. എന്തുകൊണ്ടാണ് അവൾ വരാത്തതെന്ന് അവൾ പറഞ്ഞിട്ടില്ല. ഷീ ഹാസൻ സെഡ് വൈ ഷീ ഈസ് ഇൻ കമ്മിങ്. അവൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവൾ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഏത് കണക്ടറാണ് ഉപയോഗിച്ചത്? ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. വൈ ഈസ് ഇൻ ഷീ കമ്മിങ്. എന്തുകൊണ്ട് അവൾ വരുന്നില്ല? അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. ഒരു WH ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമുക്ക് ഈഫ്, വെദർ, ദാറ്റ് ഇതുപോലത്തെ കണക്ടേഴ്സ് ഒന്നും ആവശ്യമില്ല. ആ WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് ഇവിടെ കണക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീ ഹാസൻ സെഡ് വൈ ഷീ ഈസ് ഇൻ കമ്മിങ്. വൈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്, പക്ഷെ ഇവിടെ അത് കണക്ടറിന്റെ ജോലി കൂടി ചെയ്യുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവൾ പറഞ്ഞിട്ടില്ല. ഷീ ഹാസൻ സെഡ് വൈ ഷീ ഈസ് ഇൻ കമ്മിങ്. ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഒരു WH ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഈഫോ വെദറോ ആയിരിക്കും. WH ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ആ WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അവൻ എവിടെയാണ് പോയതെന്ന് ഞാൻ ചോദിച്ചു. അവൻ എവിടെ പോയിരിക്കുന്നു? വേർ ഹാസ് ഹി ഗോൺ. ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ്. വേർ ഹാസ് ഹി ഗോൺ എന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. ഐ ആസ്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഐ ആസ്ക്ഡ് എന്ന ഈ മെയിൻ ക്ലോസിന് ശേഷം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ ആസ്ക്ഡ് വേർ ഹി ഹാഡ് ഗോൺ. വേർ ഹാഡ് ഹി ഗോൺ അല്ല, വേർ ഹി ഹാഡ് ഗോൺ. അവൻ എവിടെയാണ് പോയതെന്ന് ഞാൻ ചോദിച്ചു. വേർ ഹി ഹാഡ് ഗോൺ. റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയാലും ശരി, WH ക്വസ്റ്റ്യൻ ആയാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വേർഡ് ഓർഡർ ആണ്. അതായത് സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ ഓക്സിലറി വെർബ് വരും. എന്തുകൊണ്ടാണ് അവൾക്ക് എന്നോട് ഇത്ര ദേഷ്യം എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അവൾക്ക് എന്നോട് നല്ല ദേഷ്യമാണ്. ഷീ ഈസ് വെരി ആംഗ്രി വിത്ത് മീ. എന്തുകൊണ്ടാണ് അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുള്ളത്? വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. എന്തുകൊണ്ടാണ് അവൾക്ക് എന്നോട് ഇത്രയധികം ദേഷ്യമുള്ളത്? വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യണം. ക്വസ്റ്റ്യൻ വേർഡ് ആയ വൈ തന്നെയാണ് നമ്മൾ ഇവിടെ കണക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് സോ ആംഗ്രി വിത്ത് മീ. വേർഡ് ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തു. വൈ ഈസ് ഷീ അല്ല, വൈ ഷീ ഈസ്. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് സോ ആംഗ്രി വിത്ത് മീ. അവൻ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം. ഞാൻ ചോദിച്ചത് എന്തായിരിക്കും? വേർ ആർ യു ഗോയിങ്. നീ എവിടെയാണ് പോകുന്നത്? അത് പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ആസ്ക്ഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്.
ഐ ആസ്ക്ഡിന് ശേഷം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതിന് പകരം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ഐ ആസ്ക്ഡ് ഹിം വേർ ഹി വാസ് ഗോയിങ്. ഐ ആസ്ക്ഡ് വേർ ഹി വാസ് ഗോയിങ്. വേർ വാസ് ഹി ഗോയിങ് അല്ല, വേർ ഹി വാസ് ഗോയിങ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാരണ വേർഡ് ഓർഡർ തന്നെയാണ്. നീ എപ്പോഴാണ് പോകുന്നതെന്ന് എന്നോട് പറയൂ. ടെൽ മീ, എന്നോട് പറയൂ. നീ എപ്പോഴാണ് പോകുന്നത്? വെൻ ആർ യു ഗോയിങ് അല്ലെങ്കിൽ വെൻ ആർ യു ലീവിങ്. നീ എപ്പോഴാണ് പോകുന്നത്? ഇനി ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ടെൽ മീ വെൻ യു ആർ ലിവിങ്. വെൻ ആർ യു ലീവിങ് അല്ല, വെൻ യു ആർ ലിവിങ്. വെൻ യു ആർ ലിവിങ്. ഇവിടെ നമ്മൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് വെൻ എന്ന കണക്ടറെയാണ്. ഇതിന് മറ്റു യൂസസും ഉണ്ട്. അവൾ ആരാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹെർ. അവൾ ആരാണ്? ഐ ആസ്ക്ഡ് ഹെർ ഹൂ ഷി വാസ്. ഹൂ വാസ് ഷീ എന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സബ്ജക്റ്റിന് ശേഷം വേണം വെർബ് ഉപയോഗിക്കാൻ. ഐ ആസ്ക്ഡ് ഹെർ ഹൂ ഷി വാസ്. അവൾ ആരായിരുന്നു എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതിന് എന്ത് ചിലവ് വരുമെന്ന് ഞാൻ ചോദിച്ചു. അതിന് എന്ത് ചിലവ് വരും? ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ്. എന്ത് ചിലവ് വരും എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണിത്. ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ്. എത്ര വിലയാവും എന്ന് ചോദിക്കുമ്പോൾ ഹൗ മച്ച് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ മതി. എന്ത് ചിലവ് വരും എന്ന് ചോദിക്കുമ്പോൾ ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ് എന്ന് തന്നെ ചോദിക്കാം. അതിന് എന്ത് ചിലവ് വരുമെന്ന് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വിൽ അല്ല. ഐ ആസ്ക്ഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ്. ഇവിടെ വുഡ് ഉപയോഗിക്കാൻ കാരണം എന്താ? മെയിൻ വെർബ് ആസ്ക്ഡ് പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ പിന്നെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസസിൽ പ്രസന്റ് ടെൻസസോ ഫ്യൂച്ചർ ടെൻസസോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ആസ്ക്ഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ്. അവൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്. അവൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട്. വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട് എന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. നമ്മളതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വാട്ട് എന്ന കണക്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. വാട്ട് ഹി ഈസ് അല്ല, വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. അവൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. വി വണ്ടേർഡ്. അവൾ എന്തുകൊണ്ടാണ് വൈകിയത്? വൈ ഈസ് ഷീ സോ ലേറ്റ്. അതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ. വൈ ഈസ് ഷീ സോ ലേറ്റ് ഓക്സിലറി സബ്ജക്റ്റിന് മുന്നിൽ വന്നു. ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ വേർഡ് ഓർഡർ മാറിപ്പോകും. വി വണ്ടേർഡ് വൈ ഷീ വാസ് ലേറ്റ്. വൈ വാസ് ഷീ അല്ല, വൈ ഷീ വാസ് ലേറ്റ്. ഞാൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നി. ഐ ഫെൽറ്റ്. വഞ്ചിക്കപ്പെടുകയാണെന്ന്. ദാറ്റ് ഐ വാസ് ബീയിങ് ചീറ്റഡ്. ഇത് പാസീവ് വോയിസിലാണ്. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ബീയിങ് ചീറ്റഡ്. ഞാൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നി. ആര് വഞ്ചിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഇതിനെ നമുക്ക് ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം. ഐ ഫെൽറ്റ് ദാറ്റ് ദേ വേർ ചീറ്റിംഗ് മീ. പാസ്റ്റ് കണ്ടിന്യൂസ്, അതിന്റെ പാസീവ് ഫോം ആണിത്. വാസ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഐ ഫെൽറ്റ് ദാറ്റ് ദേ വേർ ചീറ്റിംഗ് മീ. അവർ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആരോ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലാണ്. ഇവിടെ ഞാൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ആരാണ് വഞ്ചിക്കുന്നത് എന്നൊന്നും ആ സെന്റൻസിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ബീയിങ് ചീറ്റഡ്. അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാം. സാധാരണ വേർഡ് ഓർഡർ ആയിരിക്കും. ഐ ഫെൽറ്റ് ദാറ്റ് ദേ വേർ ചീറ്റിംഗ് മീ. എന്റെ ഫോൺ അവൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. അവളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ. നിങ്ങളുടെ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് യൂസ് മൈ ഫോൺ. ക്യാൻ എന്ന ഓക്സിലറി മാറ്റി നമ്മൾ കുഡാക്കി മാറ്റി. കാരണം ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് പാസ്റ്റ് ടെൻസിലാണ്. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് യൂസ് മൈ ഫോൺ. എന്റെ ഫോൺ അവൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് യൂസ് മൈ ഫോൺ. കുഡ് ഷീ എന്ന് പറയരുത്. അവരെന്നെ സഹായിക്കും എന്ന് ഞാൻ കരുതി. ഐ തോട്ട്. അവരെന്നെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് മീ. ഐ തോട്ട് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടെ വിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ തോട്ട് ദാറ്റ് ദേ വുഡ് ഹെൽപ്പ് മീ ബട്ട് ഐ വാസ് മിസ്റ്റേക്കൺ. ഐ തോട്ട് ദാറ്റ് ദേ വുഡ് ഹെൽപ്പ് മീ. ഇവിടെ ദാറ്റ് നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഐ തോട്ട് ദാറ്റ് ദേ വുഡ് ഹെൽപ്പ് മീ ബട്ട് ഐ വാസ് മിസ്റ്റേക്കൺ അല്ലെങ്കിൽ ഐ വാസ് റോങ്. പക്ഷെ അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു.
ഐ തോട്ട് ദാറ്റ് ദേ വുഡ് ഹെൽപ്പ് മീ. ദേ വിൽ ഹെൽപ്പ് മീ അല്ല, ദേ വുഡ് ഹെൽപ്പ് മീ. നിനക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കൂ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വരാൻ കഴിയുമോ അതോ കഴിയില്ലയോ. ഇതും എസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിനക്ക് വരാൻ കഴിയുമോ. പക്ഷേ ആ ക്വസ്റ്റ്യൻ 2 പാർട്ടുള്ള സമയത്ത് നമ്മൾ പൊതുവെ അതിനെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വെതറാണ്. ഇഫ് ഉപയോഗിച്ചാൽ തെറ്റല്ല, കോമൺലി യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ വെതറാണ്. എന്നെ അറിയിക്കൂ, ലെറ്റ് മീ നോ. നിനക്ക് വരാൻ കഴിയുമോ ഇല്ലയോ, വെദർ യു ക്യാൻ കം ഓർ നോട്ട്. ലെറ്റ് മീ നോ വെദർ യു ക്യാൻ കം ഓർ നോട്ട്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്കിവിടെ വെദറിന് പകരം ഇഫ് ഉപയോഗിക്കാം. ലെറ്റ് മീ നോ ഇഫ് യു ക്യാൻ കം ഓർ നോട്ട്. ഇവിടെ 2 പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ യു കം ഓർ നോട്ട്. വെദറിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ വേർഡ് ഓർഡറാണ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ എന്നാണ് പറഞ്ഞത്, ക്യാൻ യു എന്നല്ല. ലെറ്റ് മീ നോ വെദർ യു ക്യാൻ കം ഓർ നോട്ട്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസണിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർക്ക് ചോദിക്കാം. എന്ന അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന മെയിൻ കണക്ടർ ദാറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ മറ്റ് കണക്റ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനെ നമുക്ക് മറ്റൊരു സെൻറ്റൻസിനോട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. അതൊരു 2 പാർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഉണ്ടോ ഇല്ലയോ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ മെയിൻലി പ്രിഫർ ചെയ്യുന്ന കൺജങ്ഷൻ വെദർ ആണ്. ഇഫ് ഉപയോഗിച്ചാൽ തെറ്റല്ല, പക്ഷെ നോർമലി യൂസ് ചെയ്യുക അത്തരം സാഹചര്യങ്ങളിൽ വെദർ ആയിരിക്കും. ഒരു WH ക്വസ്റ്റ്യനെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ കണക്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ ആ WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് കണക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിങ്ങനെ വൈ, വാട്ട്, വിച്ച്, വെർ, ഹൗ ഇതെല്ലാം കണക്റ്റേഴ്സായി യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് അവരുടേതായ മീനിങ്ങിന് പുറമെ എന്നൊരു മീനിങ് കൂടി വരും. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.